നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ട്രെയിനിങ്ങിനിടയ്ക്ക് ജർമ്മൻ ക്യാമ്പിൽ വെള്ളിയിടി വെട്ടി അവരുടെ സൂപ്പർ താരം പരിക്കേറ്റ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. നിരാശാജനകമായ വാർത്ത. ഇന്ന് ജർമ്മനി അവരുടെ സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. എതിരാളികൾ ശക്തരായ ആതിഥേയരായ USA ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ചിക്കാഗോയിലാണ് മത്സരം. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ ട്രെയിനിങ് നടത്തുമ്പോൾ ട്രെയിനിങ്ങിൻ്റെ അവസാന ഒരു 10-20 മിനിറ്റ് സമയമാകുമ്പോഴാണ് ഈ ഒരു എന്താ പറയുക, ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള ഒരു സംഭവമല്ലല്ലോ. പരിക്ക് പറ്റി താരം വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ലെനറ്റ് കാളിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ബയേൺ മ്യൂണിക്കിൻ്റെ യുവ സൂപ്പർ താരം ഈ വേൾഡ് കപ്പിൽ പൊളിച്ചെടുക്കുമെന്ന് കരുതിയതാണ്. അദ്ദേഹത്തിന് ഇതാ വേൾഡ് കപ്പ് നഷ്ടമാകുന്ന. എസ്റ്റവായോയെ പോലെ മറ്റൊരു യുവ സൂപ്പർ താരം കൂടി വേൾഡ് കപ്പിൽ നിന്ന് പുറത്ത്. ലെനറ്റ് കാൾ ഔട്ട്. അദ്ദേഹത്തിന് ട്രെയിനിങ്ങിനിടക്കാണ് പരിക്ക് പറ്റിയത്. ഇന്നലെ നെഗൽസ്മൻ പറയുന്നുണ്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ, ലെനറ്റ് കാൾ സഫേർഡ് ആൻ ഇഞ്ചുറി ഇൻ ട്രെയിനിങ് ടുഡേ. ഇറ്റ്സ് ഡസൻ ലുക്ക് ഗുഡ്. അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. ഇനി സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും അറിഞ്ഞ് ഡയഗ്നോസിസിന് ശേഷം മാത്രമേ വേൾഡ് കപ്പ് അവനെ കളിക്കാൻ പറ്റുമോ, പകരം ആൾ എടുക്കണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കോച്ച് പറഞ്ഞത്. പക്ഷേ പിന്നാലെ അവിടുത്തെ മാധ്യമങ്ങൾ അതിൻ്റെ കാര്യം സ്ഥിരീകരിച്ചു. ബിൽഡ് കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ടിട്ടു. ബിൽഡ് പറയുന്നത് ലെനറ്റ് കാൾ ട്രെയിനിങ്ങിൻ്റെ ഒരു 20 മിനിറ്റ്, ട്രെയിനിങ് അവസാനിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പാണ് പരിക്കേറ്റ് കളിക്കളം വിട്ടുപോയത്. ടണലിലേക്ക് സ്വന്തമായിട്ട് നടന്നിട്ട് തന്നെയാണ് പോയത്. പക്ഷേ പിന്നീട് MRI സ്കാൻ എടുത്തു. മസിൽ ഇഞ്ചുറി ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് മസിൽ ടീർ സംഭവിച്ചിരിക്കുന്നു. വേൾഡ് കപ്പ് മിസ്സാവും. ലെനറ്റ് കാൾ ഹാസ് സസ്റ്റൈൻഡ് എ ടോൺ മസിൽ ആൻഡ് വിൽ മിസ് ദി വേൾഡ് കപ്പ് എന്ന് സ്കൈ സ്പോർട്സിൻ്റെ ഫ്ലോറിയൻ പ്ലറ്റൻബർഗും റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ബിൽഡ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ലെനറ്റ് കാളിൻ്റെ പകരമായിട്ട് വേൾഡ് കപ്പിലേക്ക് അസൻ വയഡ്രാഗോ, അദ്ദേഹം RB ലീപ്സിഗിൻ്റെ താരമാണ്, മറ്റൊരു യുവതാരം. ആ യുവതാരത്തെ സ്ക്വാഡിലേക്ക് എടുക്കാൻ പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്നത്. അത് സ്കൈ സ്പോർട്സിൻ്റെ പ്ലറ്റൻബർഗും അതുപോലെ തന്നെ ബിൽഡും ഒക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കൺഫേം ചെയ്ത് തന്നെയാണ് അവർ പറയുന്നത്. അസൻ വയഡ്രാഗോ ലെനറ്റ് കാളിന് പകരമായിട്ട് ജർമ്മൻ ദേശീയ ടീമിലേക്ക് വേൾഡ് കപ്പ് കളിക്കാനായിട്ട് എത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.